മുസ്ലിം വിഭാഗത്തിലുള്ളവർ മാത്രമേ പാടുള്ളൂ. അമുസ്ലിമുകളെ കൂടി ഉൾപ്പെടുത്തുന്നത് യാതൊരു യുക്തിയുമില്ലാത്ത കാര്യമാണ്. ഇതാണ് അത് നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്. മുസ്ലിം ഇസ്ലാമിക മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിൽ അമുസ്ലിമുകൾ ഉൾപ്പെടുത്തുന്നതിൽ യുക്തിരഹിതമാണ്, അത് തെറ്റാണ്. രണ്ട്, നമ്മൾ ഉന്നയിച്ച പോയിന്റ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 25, 26. ആർട്ടിക്കിൾ 14 തുല്യതയുടേതാണ്. അപ്പം എല്ലാ മതവിശ്വാസികൾക്കുള്ളതുപോലെ തുല്യമായ അവകാശം ഇസ്ലാം മതവിശ്വാസികൾക്കും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ആ ഭരണഘടന ഉറപ്പു നൽകുന്ന 14-ാം ആർട്ടിക്കിളിൻ്റെ മൗലികാവകാശത്തിനെതിരാണ് ഈ അമുസ്ലിമുകൾ ഉൾപ്പെടുത്തണമെന്ന 14-ാമത്തെ വകുപ്പ്. 25, 26 വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട മൗലികാവകാശമാണ്. ഏത് വിശ്വാസം പിന്തുടരാനുള്ള അവകാശം ഭരണഘടനാപരമായ മൗലികാവകാശമാണ്. അതിൽ ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസത്തിൽ മറ്റൊരു വിഭാഗത്തിന് ഇടപെടാൻ സാധാരണഗതിയിൽ അവകാശമില്ലാത്തതാണ്. ഇതാണ് നമ്മൾ ഉന്നയിച്ച രണ്ടാമത്തെ പോയിന്റ് എന്നുള്ളത്. ഒന്നാമത്തേത് നേരത്തെ പറഞ്ഞ ഇസ്ലാമിക മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ബോർഡ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിൽ അമുസ്ലിമുകൾ വരുന്നത് വിശ്വാസപരമായി തന്നെ തെറ്റാണ്, യുക്തിരഹിതമാണ്. രണ്ട്, ഭരണഘടനാ വിരുദ്ധമാണ്. മൂന്നാമതൊരു കാര്യം കൂടി നമ്മൾ അതിനകത്ത് എടുത്തു പറഞ്ഞു. ഈ 14ൻ്റെ ഒരു അപകടം, വേണമെങ്കിൽ വഖഫ് ബോർഡിൽ അമുസ്ലിമുകൾ ഭൂരിപക്ഷമാകാം. അതിൻ്റെ പ്രൊവിഷ്യയിൽ 2 നോൺ മുസ്ലിം ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ നേരത്തെ ഉള്ളതിന് വ്യത്യസ്തമായി, നേരത്തെ പാർലമെൻറ്റ് മെമ്പർ മുസ്ലിം ആണ് നമ്മൾ നിയമപ്രകാരം ചെയ്യേണ്ടത്. MLA മുസ്ലിമാണ്. ഇപ്പോൾ അതൊന്നും മുസ്ലിം ആകണമെന്നില്ല. പുതിയ നിയമത്തിൽ ഏത് പാർലമെൻറ്റ് മെമ്പറെയും നോമിനേറ്റ് ചെയ്യാം, ഏത് MLAയും നോമിനേറ്റ് ചെയ്യാം. 3 പേര് മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽ വേണമെന്ന് നിഷ്കർഷിക്കുന്നത്. അതിൽ തന്നെ അതിൻ്റെ പ്രൊവിഷൻ പറയുന്നുണ്ട്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കിട്ടുന്നില്ലെങ്കിൽ അല്ലാത്തവരും പരിഗണിക്കാം. അത് കഴിഞ്ഞിട്ട് സ്കോളർമാരാണ്, ഇസ്ലാമിക സ്കോളർമാർ, അവരെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്തും ഈ ഭാഗം തന്നെയാണ്. അതിലും പറയുന്നത് കോമ്പോസിഷൻ ഓഫ് ദ ബോർഡ്, 1 ചെയർപേഴ്സൺ 14, 1 മെമ്പർ ഓഫ് പാർലമെന്റ് ഫ്രം ദ സ്റ്റേറ്റ് ഓർ ആസ് ദ കേസ് മേ ബി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി. മുസ്ലിമാന്ന് പറയുന്നില്ല. 1 മെമ്പർ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ആരെയും വയ്ക്കാം. നേരത്തെ നിയമത്തിൽ മുസ്ലിമിനെ വയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ 1 മുത്താവല്ലി ഓഫ് ദ, ഇതാണ് ദ ഫോളോയിങ് മെമ്പേഴ്സ് ബിലോങ് ടു മുസ്ലിം കമ്മ്യൂണിറ്റി. അതാണ് ഇതിനകത്ത് 14ൻ്റെ C. 1 മുത്താവല്ലി, പിന്നെ 1 എമിനന്റ് സ്കോളർ ഓഫ് ഇസ്ലാമിക് ഐഡിയോളജി, തിയോളജി, അല്ലെങ്കിൽ 2 or more എലക്റ്റഡ് മെമ്പേഴ്സ് ഫ്രം ദ മുനിസിപ്പാലിറ്റീസ് ഓർ പഞ്ചായത്ത്. അവിടെ നിന്നുള്ളത് മുസ്ലിം ആയിരിക്കണം. അതിനും പ്രൊവിഷൻ എന്താ? പ്രൊവിസോ പറയുന്നത് ദാറ്റ് ഇൻ കേസ് ദർ ഇസ് നോ മുസ്ലിം മെമ്പർ അവൈലബിൾ ഫ്രം എനി ഓഫ് ദ കാറ്റഗറീസ് ഇൻ സബ് ക്ലോസ് 1, 2, 3. ഈ 3 മുസ്ലിം മെമ്പർമാരില്ലെങ്കിൽ മേ ബി നോമിനേഷൻ, നോ മുസ്ലിം നോമിനേറ്റ് ചെയ്യാം. പിന്നെ 2 persons who have professional experience in business, management, social work, finance, so and so. അത് മുസ്ലിം ആണെന്ന് പറയുന്നില്ല. ജോയിന്റ് സെക്രട്ടറി ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡീലിംഗ് വിത്ത് ദ വഖഫ് ഓഫീസ്. അത് പിന്നെ ആരാണോ ഉദ്യോഗസ്ഥൻ അവരാവാം. 1 മെമ്പർ ഓഫ് ദ ബാർ കൗൺസിൽ ഓഫ് ദ കൺസേൺ സ്റ്റേറ്റ്. നേരത്തെ അത് മുസ്ലിമാണ്. ഇതെല്ലാം മുസ്ലിമായിരുന്നു നേരത്തെ. അത് അമൻഡ് ചെയ്തപ്പോൾ ഈ 3 കാറ്റഗറി മാത്രമാണ് മുസ്ലിം പാടുള്ളൂ. 3 എന്ന് പറഞ്ഞാൽ 4 പേര് വരും. അതിൽ മുസ്ലിം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ മുസ്ലിമിന് വയ്ക്കാമെന്ന് പ്രൊവിസോ കൂടിയുണ്ട്. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് 2 members of the board appointed by the subsection excluding ex officio member shall be non Muslim. 2 പേർ നോൺ മുസ്ലിം ആകണമെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മുസ്ലിം വേണമെങ്കിൽ ഈ ഇത് പ്രകാരം ഇപ്പോൾ ഗവൺമെന്റിന് വേണമെങ്കിൽ തീരുമാനിക്കാം, മുസ്ലിം ഭൂരിപക്ഷമല്ലാത്ത ബോർഡും 14 പ്രകാരം രൂപീകരിക്കും. ഈ 3 പോയിന്റാണ് അതിശക്തമായി കേരളം സുപ്രീം കോടതിയിൽ പറഞ്ഞത്. ഇപ്പൊ കേസെടുക്കുമ്പോൾ എന്ത് വരും? ഇത് വിധി വന്നിട്ടില്ല, ഇൻട്രീം ഓർഡറാണ്, ഇത് സ്പർശിച്ചിട്ടില്ല. ഇപ്പൊ കേസെടുക്കുമ്പോൾ കേരളം ഈ 14 പറഞ്ഞാൽ നേരെ കേന്ദ്രം വായിക്കാൻ പോകുമ്പോൾ എന്തായിരിക്കും? ഇവരുടെ അഫിഡാവിറ്റ്. അതിൽ ആദ്യം തന്നെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ടേക്ക് ഇൻ നോട്ട് ഓഫ് ഓൾ ദ അബവ് ഫാക്ട്സ് ആൻഡ്
infirmities, the government is prepared to reconstitute the board strictly in compliance with section 14. എന്നിട്ട് പൂർണ്ണമായിട്ടും 14ന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് ഇതാണ് സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് വിത്ത് ദ മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 14. പൂർണ്ണമായിട്ടും 14ന്റെ ഇതനുസരിച്ച്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാതെ അവർക്ക് വയ്ക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ഹൈക്കോടതിയുടെ ഓർഡർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇതിലുണ്ട്, നിങ്ങളുടെ കയ്യിലും കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ആദ്യ ഭാഗത്ത് റെസ്പോണ്ടന്റ് 2 സമ്മതിച്ചിരിക്കുന്നു ചീഫ് സെക്രട്ടറി ഗവൺമെന്റിന് വേണ്ടി ഈ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിർബന്ധിതമായിട്ട് പോവാണ്. അതിനകത്ത് സെക്ഷൻ 14 സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് അതിൻ്റെ മാൻഡേറ്റുമായി ബന്ധപ്പെട്ട് എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഉന്നയിച്ച ആ പ്രശ്നം ഇനി അവിടെ ഉന്നയിക്കാൻ പറ്റില്ല. നേരത്തെ കേരള ഗവൺമെൻറ് 2 പേരെ പിന്നെ നോമിനേറ്റ് ചെയ്യുന്ന പറഞ്ഞിരുന്നത്. കാരണം മുസ്ലിം അല്ലാത്തവർ പാടില്ല എന്നതുകൊണ്ടാണ്. ആ നോട്ടിഫിക്കേഷൻ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അന്നത്തെ നോട്ടിഫിക്കേഷൻ തന്നെ പറയുന്നുണ്ട് ഈ സെക്ഷൻ 14 ആണെങ്കിലും അതിനകത്ത് 2 മെമ്പർമാരെ പിന്നീടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. കാരണം അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ 2 ഒഴിവാക്കിയത്. ആ 2 ഒഴിവാക്കിയത് ചോദ്യം ചെയ്തുകൊണ്ടാണ് BJPയുടെ വൈസ് പ്രസിഡന്റ് കേസ് കൊടുക്കുന്നത്. കേരളത്തിലല്ല ലോകത്തിലെ നീതിന്യായ സംവിധാനത്തിൽ അത്യപൂർവമായ കേസാണിത്. വാദിയും സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒന്നിച്ച് നിന്ന് വഖഫ് ബോർഡ് ഒഴികെ 3 കൂട്ടർ ഒന്നിച്ച് ഒരേ നിലപാട് സ്വീകരിച്ചു. അപ്പം അതിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കണ്ടു ലീഗ് ഇത് അറിഞ്ഞിട്ടില്ല എന്നോ. അങ്ങനെയാണ് വലിയ പ്രശ്നമായിരിക്കും. കാരണം നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത് വഖഫിൻ്റെ സെക്രട്ടറിയാണ്, വഖഫ് വകുപ്പാണ് ഇറക്കിയിരിക്കുന്നത്, അവരുടെ കീഴിലാണ്. അത് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയെ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം അറിയാതെയാണ് ഇറക്കിയെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ശരിയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അവിടെ ഇരിക്കുക എന്നുള്ളത് വലിയ കഷ്ടമായ കാര്യമായിരിക്കും. ഇനി അദ്ദേഹത്തോട് ആലോചിക്കാതെ ആരെങ്കിലും ഇറക്കിയെങ്കിൽ കൂട്ടായ ഉത്തരവാദിത്തം അതോടുകൂടി മന്ത്രിസഭയ്ക്ക് ഇല്ല എന്ന് പറയേണ്ടി വരും. എന്നാൽ ഈ അഫിഡാവിറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ, അഫിഡാവിറ്റ് അല്ല, ഈ സ്റ്റേറ്റ്മെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒപ്പിട്ടിരിക്കുന്നത് PM സനീറാണ്, സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ ടു എ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നോമിനി ആയിട്ടുള്ള അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള മുസ്ലിം ലീഗ് നോമിനി ആയിട്ടുള്ള സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡറാണ് ഈ പൊസിഷൻ കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് മുസ്ലിം താല്പര്യം സംരക്ഷിക്കുന്ന പാർട്ടി അല്ല എന്ന് അവർ തന്നെ പ്രഖ്യാപിക്കില്ലേ. മതന്യൂനപക്ഷ താല്പര്യം സംരക്ഷിക്കുന്നില്ല, മുസ്ലിം താല്പര്യം സംരക്ഷിക്കുന്നില്ല. തങ്ങളുടെ കൂട്ടത്തിൽ 1-2 പേരെ എങ്ങനെയെങ്കിലും ഈ വഖഫ് ബോർഡിനകത്ത് തിരികെ കയറ്റാൻ കഴിയുമോ എന്ന ഒറ്റ സങ്കുചിത ലക്ഷ്യത്തിന് വേണ്ടി വിശാലമായിട്ടുള്ള താല്പര്യങ്ങളാകെ ബലികഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ കാര്യം. നിയമസഭയിൽ ഒന്നിച്ചാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഉള്ളപ്പോൾ പ്രമേയമെല്ലാം പാസ്സാക്കിയത്. ആ അന്തസത്ത മുഴുവൻ കഴിഞ്ഞ ഗവൺമെൻറ് കൊടുത്ത അഫിഡാവിറ്റിനകത്തുണ്ട്. അപ്പോൾ അതാണ് ഗൗരവമായി തന്നെ കാണേണ്ട കാര്യം. കേരളത്തിൻ്റെ പൊസിഷൻ ഈ 2 വേക്കൻസി പിന്നീട് ഫില്ല് ചെയ്യാം എന്നെടുത്തിരിക്കുന്നത് മാറ്റി ഞങ്ങൾ പൂർണ്ണമായും ഇതിനനുസരിച്ച് സ്ട്രിക്ട്ലി ഇൻ കംപ്ലയൻസ് ടു ദ മാൻഡേറ്റ് ഓഫ് ദ സെക്ഷൻ 14 എന്ന് പറഞ്ഞതോടുകൂടി മുസ്ലിം ലീഗും UDF-ഉം എവിടെ നിന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ഡീല് BJP സർക്കാർ പോലും കാണിക്കാത്ത അത്രയും താല്പര്യമാണ് കേന്ദ്രത്തിൻ്റെ ഇത്തരം കാര്യങ്ങളോട് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ PM ശ്രീയിൽ കണ്ടു. PM ശ്രീ ഞങ്ങൾ ഒപ്പുവെച്ചു, ഗവൺമെൻറ് ഒപ്പുവെച്ചു, വകുപ്പ് ഒപ്പുവെച്ചു, ക്യാബിനറ്റ് ചർച്ച ചെയ്തു, അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല ക്യാപ്റ്റൻ അബൈൻസ് പറഞ്ഞു, അത് ഗവൺമെൻറ്റിന് അറിയിച്ചു. അതിനുശേഷം 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയില്ല. ഞങ്ങൾ ഒപ്പുവെച്ചതിനൊക്കെ അവർ ഇനി അധിക്ഷേപിച്ചോട്ടെ, ഗവൺമെൻറ്റിൻ്റെ വകുപ്പ് അങ്ങനെ ചെയ്തു. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് അവർ ചെയ്തതൊക്കെ തെറ്റാണ്. പക്ഷെ അവരെവിടെ നിൽക്കുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് 1 ഇഞ്ച് ഞങ്ങൾ പോവില്ല എന്നെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പറയണ്ടേ. RSSൻ്റെ അജണ്ട നടപ്പിലാക്കുന്ന ഡീൽ PM ശ്രീയിലൂടെ നടപ്പിലാക്കി. അതിന് ഉള്ള എല്ലാ ശ്രമങ്ങളാണ് കഴിഞ്ഞ ഗവൺമെൻറ് നടത്തിയതെന്നായിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രചാരവേല. ഞങ്ങളുടെ അധിക്ഷേപം തുടർന്നോട്ടെ, ഏറ്റവും ചുരുങ്ങിയത് അവിടെ എവിടെ നിൽക്കുന്നു, എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ 1 ഇഞ്ച് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് പറയേണ്ടതിന് പകരം പൂർണ്ണമായിട്ടും PM ശ്രീയുടെ നടത്തിപ്പുകാരായി മാറുന്ന ഒരവസ്ഥയും. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു BJP ഡീൽ യഥാർത്ഥത്തിൽ ആര് തമ്മിലായിരുന്നു എന്ന് വ്യക്തമാക്കുമ്പോഴാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഏറ്റവും ഗൗരവമായ പ്രശ്നമാണ് സങ്കുചിതമായ ഒരു താല്പര്യം. തങ്ങൾക്ക് ഇഷ്ടം ഇല്ലാത്ത ആളുകളെ മാറ്റി ഇഷ്ടമുള്ള ആളുകളെ തിരികെ കയറ്റാനുള്ള ഒറ്റ ലക്ഷ്യം വെച്ച്
ഈ കേസിനെ ദുർബലപ്പെടുത്തുന്ന, നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ പ്രമേയത്തെ ദുർബലപ്പെടുത്തുന്ന, പാർലമെന്റിൽ BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചെടുത്ത നിലപാടിനെ ദുർബലപ്പെടുത്തുന്ന സമീപനം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് KC വേണുഗോപാലിൻ്റെ സംശയം ഇനി സംശയമായി കാണേണ്ടതില്ല. അദ്ദേഹം ചോദിച്ചല്ലോ കേരളത്തിൽ ഇപ്പോൾ BJP സർക്കാരാണോ എന്ന് ചോദിച്ചത്. സംശയമായി കാണേണ്ടതില്ല. പ്രയോഗത്തിൽ BJP സർക്കാരായി തന്നെ ഇപ്പോഴത്തെ UDF സർക്കാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.